യോഹന്നാൻ സ്നാപകൻ അവൻ്റെ പ്രസംഗം പിശാചിന് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ വായിക്കുന്നു, മത്തായി 4:12 ഹേരോദാവ് അവനെ തടവിലാക്കി. യോഹന്നാനെ തടവിലാക്കി എന്ന് യേശു കേട്ടപ്പം, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യം സംഭവിക്കുന്ന പോലെ. മത്തായിയുടെ സുവിശേഷം ഞാൻ തുറക്കുമ്പം തന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ, അത് ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ്. മാനുഷിക രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിന് ഇതിൻ്റെ മുഴുവൻ ചിത്രവും കാണാനായിട്ട് കഴിയും. ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം കാണാൻ കഴിയും. 6000 വർഷമായിട്ട് മനുഷ്യൻ്റെ ചരിത്രം, ഈ ലോകത്തിലുള്ള കോടാകോടി ആളുകളെ അവൻ കാണുന്നു. അവൻ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഉദാഹരണത്തിന്, എൻ്റെ 2-3 വയസ്സുള്ള കുഞ്ഞ്, അവന് ഞാൻ ചിന്തിക്കുന്ന പോലല്ല അവൻ്റെ ചിന്തകൾ. ഞാൻ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുന്നു, അവൻ ചെറിയ കാര്യമാണ് കാണുന്നത്. ദൈവം ഇതുപോലാണ്. ഞാൻ അവൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞാണ്. ദൈവം മുഴുവനായിട്ട് കാണുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് യോഹന്നാനെ തടവിലാക്കിയത്? ഇത്ര ശക്തമായിട്ട് ദൈവവചനം പറഞ്ഞ മനുഷ്യനെ ദൈവത്തിന് ഹേരോദാവിനെ കൊല്ലാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് യോഹന്നാൻ പ്രസംഗിക്കേണ്ടതെന്ന് നോക്കത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. ദൈവം പറഞ്ഞില്ല, ഹേരോദാവ് ജീവിക്കട്ടെ, ഹേരോദാവ് യോഹന്നാനെ കൊല്ലട്ടെ. എന്നെ സംബന്ധിച്ചത് ഭ്രാന്തമായൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എന്നാൽ അങ്ങനെയല്ല. കാരണം എനിക്ക് ദൈവത്തിൻ്റെ ജ്ഞാനമില്ല. ഈ കാര്യം നമുക്ക് വിവരിക്കാൻ കഴിയുമോ? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ ഈ വിദ്വാൻമാരോട് ഹേരോദാവ് പറഞ്ഞു, നിങ്ങൾ ബേത്ലഹേമിൽ പോയി ആ ശിശുവിനെ കണ്ടുപിടിക്കുക. എന്നോട് പറയുക, എനിക്കും അവനെ ആരാധിക്കണം. അവനെ കൊല്ലാൻ വേണ്ടിയാണ്. എന്നാൽ ദൂതൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി, ഹേരോദാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുത്. അവർ രക്ഷപ്പെട്ടു പോയി. ഹേരോദാവ് കാത്ത് അനേക നാളുകൾ, കുറഞ്ഞ പക്ഷം ചില മാസങ്ങൾ. എന്നാൽ ഹേരോദാവിന് മനസ്സിലായി, വിദ്വാൻമാർ അവനെ കളിയാക്കിയെന്ന്. യഹൂദന്മാരുടെ രാജാവായിട്ടൊരു ശിശു ജനിച്ചിട്ടുണ്ട്, അവന് എന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റും. അവനെന്താ ചെയ്തതെന്നറിയാമോ? ഇവിടെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, അത് അവൻ പട്ടാളക്കാരെ അയച്ചു ബേത്ലഹേമിൽ 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ പട്ടണത്തിൽ അവിടെ 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലുന്നു. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ട്? ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ ഹേരോദാവിനെ കൊന്നേനെ. നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ ഹേരോദാവ് മരിക്കാൻ അനുവദിക്കുമോ, അതോ ഈ കുഞ്ഞുങ്ങൾ മരിക്കാൻ അനുവദിക്കുമോ? കർത്താവേ, എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ. ഞാനൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. നിൻ്റെ വഴികൾ എൻ്റെ വഴികളെക്കാൾ എത്രയോ ഉയർന്നതാണ്. എന്നാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഇന്നും എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ദൈവം ഹേരോദാവിനെ കൊന്നില്ല? എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ കൊന്നത്? എനിക്കറിയില്ല എത്രമാത്രം അമ്മമാർ കരയുകയും നിലവിളിക്കുകയും ചെയ്തുവെന്ന്. എന്നാൽ കർത്താവേ, നിൻ്റെ വഴികൾ തികവുള്ളതാണ്. ഇത് മത്തായിയുടെ സുവിശേഷം ആരംഭത്തിൽ കാണുന്നതാണ്. 2000 വർഷമായിട്ടുള്ള സഭാചരിത്രം. എന്തുകൊണ്ടാണ് 30 വയസ്സുള്ള അപ്പോസ്തലനായ യാക്കോബിനെ കൊന്നത്? വേറെ 100 കണക്കിന് അപ്പോസ്തലന്മാരുള്ളത് കൊണ്ടാണോ? അല്ല, 11 പേരെ ഉള്ളായിരുന്നു. അതിലും ഒരാൾ കൊല്ലപ്പെട്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ദിവസത്തിന് ശേഷം ദൂതൻ വന്ന് പത്രോസിനെ അവിടുന്ന് രക്ഷിച്ചു. 3 ദിവസം മുമ്പ് യാക്കോബിനെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല? ഞാനായിരുന്നേ അങ്ങനെ ചെയ്തേനെ. എന്നാൽ ദൈവം ചെയ്തില്ല. അവൻ പറഞ്ഞു, ഇല്ല, യാക്കോബിൻ്റെ സമയം കഴിഞ്ഞു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയും, ഞാനായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. ശരിയാണ്. എന്നാൽ സത്യസന്ധമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിച്ചാൽ, അവനെ വിശ്വസിച്ചുകൊണ്ട്, അവനെ മാനിച്ചുകൊണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കൊരു രോഗിയായ കുഞ്ഞുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയില്ല ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കുഞ്ഞിനെ തന്നോ. ലോകത്തിൽ ദൈവഭയമില്ലാത്ത ഒത്തിരി ആളുകൾ, ഭീകരവാദിക്ക് പോലും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങയുടെ ശിഷ്യനായി എനിക്ക് ഒരു രോഗമുള്ള കുഞ്ഞിനെ തന്നു? എനിക്കറിയില്ല. ഇതുപോലെ ആയിരക്കണക്കിന് കാര്യം എനിക്കറിയില്ല. കാരണം എൻ്റെ ജ്ഞാനം ഒരു കപ്പ് പോലെയാണ്. സമുദ്രം പോലെയുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഞാൻ എന്തു ചെയ്യും? ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയും, കർത്താവേ, എനിക്കറിയില്ല. കർത്താവേ, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണേ. അവിടുത്തെ വഴികളുടെ തത്വങ്ങൾ എന്നെ പഠിപ്പിക്കണേ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവം നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ ആരംഭത്തിൽ അറിഞ്ഞതിനേക്കാൾ അനേക കാര്യങ്ങൾ കഴിഞ്ഞ 55 കൊല്ലമായിട്ട് ഞാൻ പഠിച്ചു. ഞാൻ താഴ്മയുള്ളവനായിട്ട് തുടരുന്നെങ്കിൽ അടുത്ത് വരുന്ന വർഷങ്ങളിൽ ഞാൻ കൂടുതൽ പഠിക്കാനിടയാവും. ദൈവത്തിൻ്റെ ഒത്തിരി വഴികളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. എന്നാൽ എല്ലാം എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഒരിക്കലും പിറുപിറുക്കുകയോ പരാതി പറയുകയോ ചെയ്യരുത്. നിങ്ങൾ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനത്തേക്കാൾ വലുതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല. നിങ്ങളൊരു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു, എന്നാൽ ആ കുഞ്ഞിനെ ദൈവം എടുത്തു. എന്തുകൊണ്ടാണതെന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാം, എന്നാൽ അതിൻ്റെ ഉത്തരം എനിക്ക് തരാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഇത് പറയാം, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. എന്നാൽ അത് നമ്മുടെ വഴികളേക്കാൾ മെച്ചപ്പെട്ടതാണ്. അത് ഇത്രമാത്രം മെച്ചപ്പെട്ടതാണ്, സ്വർഗം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. ചിന്തിച്ചു നോക്കൂ, കാരാഗ്രഹങ്ങളിൽ അനേക വർഷങ്ങളായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ പറ്റി. എന്തുകൊണ്ടാണ് ദൈവം അവരെ രക്ഷിക്കാത്തത്? കഴിഞ്ഞ 100 വർഷങ്ങളിലുള്ളിൽ തന്നെ, ഇപ്പോൾ തന്നെ ചൈന പോലെയുള്ള സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലും, എന്തുകൊണ്ടാണ് തൻ്റെ ജോലി കളഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് പോയവൻ എന്തുകൊണ്ടാണ് ക്രിസ്തു വിരോധികളാൽ കൊല്ലപ്പെട്ടത്? ഇപ്പോൾ തന്നെ കഴിഞ്ഞ 1 വർഷം എന്തുകൊണ്ടാണ് അവൻ്റെ വീട് കത്തിച്ചു കളഞ്ഞത്? എന്തുകൊണ്ടാണ് അവൻ്റെ മക്കൾ അപ്പനില്ലാത്തവരായി തീർന്നത്? അവന് നല്ല ജോലിയുള്ളത് കളഞ്ഞിട്ട് സുവിശേഷം അറിയിക്കാനായിട്ട് അവിടെ പോയിട്ടും ദൈവം എന്തുകൊണ്ടത് അനുവദിച്ചു? ഞാൻ പറയും, കർത്താവേ, എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ പറയും, നിൻ്റെ വഴികൾ പരിപൂർണമാണ്, അതിനൊരു മാറ്റവുമില്ല, എനിക്കൊരു പരാതിയുമില്ല. എൻ്റെ പ്രിയ സഹോദരിസ്വാന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിൽ നിങ്ങൾക്ക് ദൈവത്തെ സംശയമുണ്ടെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. കാരണം നിങ്ങളുടെ ആ കൊച്ചു മനസ്സുകൊണ്ട് മഹാസമുദ്രം പോലെയുള്ള ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നിങ്ങൾ അളക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഭോഷത്വം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ അധികാരം താഴ്മയുണ്ടെങ്കിലേ നമുക്ക് അംഗീകരിക്കാൻ കഴിയൂ.